അടുത്തായി നമ്മൾ പഠിക്കാൻ പോകുന്ന മിസലേനിയസ് കർവ്സ്. എ കർവ് ഓർ എ കർവ്ഡ് ലൈൻ is a line which is generated by a point that moves in a constantly changing direction. കോൺസ്റ്റന്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന ഡയറക്ഷനിൽ കൂടി മൂവ് ചെയ്യുന്ന ഒരു പോയിന്റിന്റെ പാത്താണ് കർവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, പ്ലെയിൻ കർവ് ഓർ സിംഗിൾ കർവ്ഡ് ലൈൻസ്. രണ്ടാമത്തെ ടൈപ്പ് സ്പേസ് കർവ്സ് ഓർ ഡബിൾ കർവ്ഡ് ലൈൻസ്. സ്പേസിൽ കൂടി മൂവ് ചെയ്യുന്നതാണ് സ്പേസ് കർവ്സ്, പ്ലെയിനിൽ കൂടി മൂവ് ചെയ്യുന്ന കർവ്സ് ആണ് പ്ലെയിൻ കർവ്സ്. നമുക്കിതിൽ പ്ലെയിൻ കർവ്സ് മാത്രമേ പഠിക്കാനുള്ളൂ. അതിൽ തന്നെ ഇൻവല്യൂട്ടും ഹെലിക്സും ആണ് നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളത്. അപ്പം ആദ്യം ഇൻവല്യൂട്ടാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഒരു റെക്റ്റാങ്കിളിൻ്റെ ഇൻവല്യൂട്ട് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് കാണിക്കുന്ന ഒരു ഡെമോൺസ്ട്രേഷൻ വീഡിയോ ആണ് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ റെക്റ്റാങ്കിളിന് ചുറ്റും വൈൻഡ് ചെയ്തിട്ടുള്ള ഒരു ത്രെഡ്, അതിൻ്റെ അറ്റത്ത് ഘടിപ്പിച്ചിരിക്കുന്ന ഒരു പേന. ഈ ത്രെഡ് അൺവൈൻഡ് ചെയ്യുമ്പോൾ പേന ജനറേറ്റ് ചെയ്യുന്ന ലൈൻ, കർവ്ഡ് ലൈൻ, അതാണ് ഈ റെക്റ്റാങ്കിളിൻ്റെ ഇൻവല്യൂട്ട് കർവ്. ഇൻവല്യൂട്ടിൻ്റെ ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. അത് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇൻവല്യൂട്ട് ഈസ് എ കർവ് ട്രേസ്ഡ് ബൈ എ പോയിന്റ് ഓൺ എ taut inextensible string as it unwinds itself from a line or a polygon or a circle. ഒരു ലൈൻ അല്ലെങ്കിൽ പോളിഗൺ അല്ലെങ്കിൽ സർക്കിൾ. പോളിഗൺ എന്ന് പറഞ്ഞാൽ പെൻറ്റഗൺ, ഹെക്സഗൺ, അങ്ങനെ ഏതും ആകാം. അപ്പോൾ അതിൽ കൂടി വൈൻഡ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രിങ്, അത് ഇൻഎക്സ്റ്റൻസിബിൾ ആയിരിക്കും, വലിച്ചു കഴിഞ്ഞാൽ വലിയത്തില്ല. അങ്ങനത്തെ ഇൻഎക്സ്റ്റൻസിബിൾ സ്ട്രിങ് അത് അൺവൈൻഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന കർവാണ് ഇൻവല്യൂട്ട്. അപ്പോൾ അതിൽ നമുക്ക് ലൈൻസിൻ്റെ ഇൻവല്യൂട്ട് വരയ്ക്കാനുണ്ട്. ട്രയാങ്കിളിൻ്റെ, റെക്റ്റാങ്കിള്, സ്ക്വയർ, പിന്നെ സർക്കിൾ, പിന്നെ പോളിഗൺ, ഇത്രയും നമുക്ക് വരയ്ക്കാനുണ്ട്. ഇത് വളരെ സിമ്പിളാണ്, 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിളായിട്ട് വരയ്ക്കാവുന്നതാണ്. ആദ്യം ലൈനിൻ്റെ ഇൻവല്യൂട്ട് വരയ്ക്കുന്ന ഒരു പ്രോബ്ലമാണ് ചെയ്യുന്നത്. ഡ്രോ ദ ഇൻവല്യൂട്ട്. പ്രോബ്ലം ഇതാണ്: ഡ്രോ ദ ഇൻവല്യൂട്ട് ഓഫ് എ ലൈൻ 20 millimeter ലോങ് ഫോർ 4 ടേൺസ്. 20 millimeter ലെങ്ത് ഉള്ള ഒരു ലൈനിൻ്റെ 4 ടേൺസിലുള്ള ഇൻവല്യൂട്ടാണ് വരയ്ക്കുന്നത്. ഇത് വരയ്ക്കണമെങ്കിൽ തന്നെ നമുക്ക് വളരെ ലെങ്ത്തുള്ള കോമ്പസ് വേണം, എന്നാൽ മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പം അതിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് എൻജിനീയറിംഗ് കോമ്പസാണ്. കഴിയുന്ന ലെങ്ത്തുള്ള എൻജിനീയറിംഗ് കോമ്പസാണ് നമ്മൾ വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ 20 millimeter എന്നുള്ളത് ഞാൻ 10 millimeter ആണ് എടുക്കുന്നത്. പേപ്പറിൽ വരയ്ക്കാനുള്ള എളുപ്പത്തിന് സ്കെയില് 1:2, 10 millimeter ആണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പം അതൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. തിൻ ലൈനിലാണ് വരയ്ക്കേണ്ടത്. തിൻ ലൈനായിട്ടൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. അതിൽ ഒരു 10 millimeter ഒരു ലൈൻ തിക്കായിട്ട് വരയ്ക്കുക. എ ബി ഇങ്ങനെ മാർക്ക് ചെയ്യുക. എ ഇപ്പുറത്ത് റൈറ്റ് സൈഡിൽ എയും ലെഫ്റ്റ് സൈഡിൽ ബിയും. എ സെൻറ്ററായിട്ട് എ ബി റേഡിയസിൽ ഒരു സെമി സർക്കിൾ വരയ്ക്കുക. ഈ പോയിന്റ് സി. ഇപ്പം നമ്മൾ ഒരു ടേൺ വരച്ചു. അടുത്ത ബി സി റേഡിയസ് ആയിട്ട് ഇത് ഡി. 2 ടേണായി. അടുത്തത് സി ഡി. സി ഡി റേഡിയസ് എടുത്ത് സെമി സർക്കിൾ.
സെമി സർക്കിളാണ് വരയ്ക്കുന്നത്. സി ഡി ഇ. അപ്പോൾ 3 ടേൺ. അടുത്ത് ഡി ഇ. ഡി ഇത് എഫ്. ഇത് ഒരു ടേൺ, സെക്കൻഡ് ടേൺ, തേർഡ് ടേൺ, ഫോർത്ത് ടേൺ. ഇതാണ് എ ബി എന്ന് പറയുന്ന ലൈനിൻ്റെ ഇൻവല്യൂട്ട്. 20 മില്ലിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ആദ്യം ഒരു സൈഡ് വരയ്ക്കുക, എ ബി. അടുത്ത പ്രോബ്ലം ഒരു ട്രയാങ്കിളിൻ്റെ ഇൻവല്യൂട്ട് വരയ്ക്കാനാണ്. ഡ്രോ ആൻ ഇൻവല്യൂട്ട് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് 20 millimeter side. എ ബി ലെങ്ത്തിൽ ഒരാർക്ക്, ബി സെൻറ്ററായിട്ട് വേറൊരു ആർക്ക്. പോയിന്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടും. സി. സി എ പ്രൊഡ്യൂസ് ചെയ്യാം, അതുപോലെ ബി സി പ്രൊഡ്യൂസ് ചെയ്യാം. എ ബി ഒക്കെ തിൻ ലൈനായിട്ടാണ് വരയ്ക്കേണ്ടത്. എ സെൻറ്ററായിട്ട് എ ബി റേഡിയസിൽ ഒരു ആർക്ക് വരയ്ക്കുക. അടുത്ത സി സെൻറ്ററായിട്ട് ഈ പോയിന്റ് ഡി. സി സെൻറ്റർ, സി ഡി റേഡിയസ്. ഈ പോയിന്റ് ഇ. ബി സെൻറ്റർ, ബി ഇ റേഡിയസ്. എഫ്. ഇതാണ് ട്രയാങ്കിളിൻ്റെ ഇൻവല്യൂട്ട്. അടുത്ത സ്ക്വയറിൻ്റെ ഇൻവല്യൂട്ടാണ്. ഡ്രോ ആൻ ഇൻവല്യൂട്ട് ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് 25 millimeter. ഇതാണ് പ്രോബ്ലം. ആദ്യം സ്ക്വയർ വരയ്ക്കുക. A, B, C, D. A center, AD radius. BA produce here, CB. At the DC produce here. നേടി. കർവ് വരയ്ക്കാം. എ സെൻറ്ററായിട്ട് എ ഡി റേഡിയസിൽ കർവ്. അടുത്തത് ബി സെൻറ്റർ, ഈ പോയിന്റ് ഇ. ബി റേഡിയസ്, ബി ഇ റേഡിയസ്, ബി സെൻറ്റർ. എ ബി സി ഡി ഇ എഫ്. അടുത്ത സി സെൻറ്റർ, സി എഫ് റേഡിയസ്.
ജി. അടുത്ത ഡി ജി റേഡിയസ്, ഡി സെൻറ്റർ. എച്ച്. ഇതാണ് സ്ക്വയറിൻ്റെ ഇൻവല്യൂട്ട്.